ഹലോ, നമ്മുടെ നാട്ടിലൊരു ഉത്സവം വരുമ്പോൾ നമ്മളങ്ങനെ വീട്ടിൽ ഇരിക്കുന്ന അതെ നമ്മുടെ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ് കേട്ടോ. അങ്ങനെ കാറൊക്കെ നമ്മളൊരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് പതുക്കെ കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് നടന്ന് പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളവിടെ ചെന്ന സമയത്ത് 4 ആന എന്തോ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഒരു ആനയുടെ പേര് പല്ലാട്ട് ബ്രഹ്മദത്തൻ എന്നാണ്. അത് ഞാൻ പോസ്റ്ററൊന്ന് വായിച്ചാണ്. ബാക്കി ആനയുടെ പേരൊക്കെ ഞാൻ മറന്നുപോയി കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ അകത്ത് തൊഴാൻ കയറിയിട്ടുണ്ടായിരുന്നു. തൊഴുത് പ്രസാദമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കൃതിയെ ഓടടാ ഓട്ടമാണ്. അവിടെ ഓടാൻ കുറേ സ്ഥലമുണ്ടല്ലോ. പിന്നെ എനിക്ക് ഓടാൻ വയ്യാത്തോണ്ട് കൃതിയേനെ ഞാനങ്ങ് എടുത്തിട്ട് ദേ ഞാനും പാറുക്കുട്ടിയും കൃതിയും കൂടെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്നപ്പോൾ ഞാൻ എൻ്റെ പഴയ കാലം ഓർക്കുമായിരുന്നു. കുഞ്ഞിലേ നമുക്ക് ഈ ഭക്തിയും വിശ്വാസവും ഒന്നും ഇല്ലല്ലോ. അമ്മമാരുടെ കൂടെയൊക്കെ നമ്മൾ അമ്പലത്തിൽ വരുമ്പം ഇവിടെ കൂടുതലും വരുന്നത് ഇവിടെ മയിലിനെ കാണാമായിരുന്നു. അന്നൊക്കെ എപ്പോഴും അതിനാണ് ഇവിടെ ഹരിപ്പാട് അമ്പലത്തിലോട്ട് തന്നെ വരുന്നത്. ഇപ്പം നമ്മൾ തൊഴുതിട്ടൊക്കെ പതുക്കെ ചെന്ന് കാണുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മളൊക്കെ വലുതായല്ലോ. അങ്ങനെ പിന്നെ രാത്രി ആയതുകൊണ്ട് ഒരു മയിലിനെ എന്തോ കണ്ടിട്ടുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ വെളിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതാ നമ്മുടെ പിള്ളേരുടെ കൺട്രോൾ തെറ്റിക്കുന്ന സാധനങ്ങളാണല്ലോ കളിപ്പാട്ടം. കാർത്തികിന് ഇഷ്ടമുള്ള എന്തോ സെലക്ട് ചെയ്യുന്നുണ്ട്. കൃതി അതായി ഒരു കുട എടുത്ത്. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ കുട മടക്കാൻ പറ്റത്തില്ല ഗൈസ്. അതുകൊണ്ട് ഇത് ഞാൻ തന്നെ പിടിക്കേണ്ടി വന്നു. കാരണം തലയിലെല്ലാം ഉടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ ക്ഷീണിച്ചു ചൂടല്ലേ. അപ്പം പിന്നെ നമ്മൾ ഐസ്ക്രീം വാങ്ങിക്കാമെന്ന് വിചാരിച്ചേട്ടോ. നമ്മൾ എവിടെ പോയാലും ഞാനും പാറും സെലക്ട് ചെയ്യുന്നത് ചക്ക ഐസ്ക്രീമാണ്. കൃതിയയ്ക്ക് സെപ്പറേറ്റ് വാങ്ങിച്ചിട്ടില്ല. എന്നാൽ ഞാൻ വാങ്ങിച്ചതിന് ഞാനും കൃതിയും കൂടെ കഴിക്കുകയായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടും അതിൻ്റെ കൂടെ നല്ല തണുപ്പും. ചുമ വരാൻ ചിലപ്പോൾ ഇത് മതിയല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ദാണ്ടെ ഈ ഒരു ബബിൾസ് ഒക്കെ കുഞ്ഞിലെ നമുക്കിതൊക്കെ ഭയങ്കര ക്രേസാണ് കേട്ടോ. ഇപ്പം എന്താ ഇതൊക്കെ കാണുമ്പോൾ വലിയ കൗതുകമൊന്നും തോന്നാറില്ല. അതും കഴിഞ്ഞ് കുറച്ച് ദൂരം കൂടെ നടന്നു കഴിഞ്ഞപ്പോൾ ഇതാ കരിക്ക് ഷേക്ക്. എനിക്ക് നേരത്തെ ഒന്നും ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ മുല്ലയ്ക്ക് ചെറുപ്പന് പോയപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ കരിക്ക് ഷേക്ക് കുടിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ വിചാരിച്ചാണ് ഒന്നും കഴിച്ചില്ലെങ്കിലും ഒരു കരിക്കിൻ്റെ ഷേക്ക് വാങ്ങിച്ചു കുടിക്കണം. ഇതുവരെ കുടിക്കാത്തവരുണ്ടെങ്കിൽ കുടിച്ചോ കേട്ടോ. അങ്ങനെ പിന്നെ വയറ് കൂടുതൽ ഫുള്ളാക്കി നമ്മൾ നേരെ ന്യൂലാൻഡിൽ ഫുഡ് കഴിക്കാം. പിന്നത്തെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.